കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധനയുടെ സമയമിതാ, സ്വർഗീയ വൃന്ദം അണിനിരന്നു. തിരുവോസ്തിരൂപനാം യേശുനാഥൻ മഹിമപ്രതാപനായി എഴുന്നള്ളുന്നു. ആരാധനയുടെ സമയമിതാ, സ്വർഗീയ വൃന്ദം അണിനിരന്നു. തിരുവോസ്തിരൂപനാം യേശുനാഥൻ മഹിമപ്രതാപനായി എഴുന്നള്ളുന്നു. നേരവും ആരാധന പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയായിരിക്കട്ടെ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം. യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ
ഹല്ലേലൂയ, ഉടമ്പടി ധ്യാനത്തിൽ ഹല്ലേലൂയ, പങ്കെടുത്ത് ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആരാധിക്കുന്ന യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ നന്ദി, നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, സ്തോത്രം ഹല്ലേലൂയ, കർത്താവേ. ഹല്ലേലൂയ. കൃപാസനം പ്രദർശീകരണ മധ്യസ്ഥ പ്രാർത്ഥന. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, കൃപാസനോടമ്പടികളോട് ചൊരിയപ്പെടുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും സൗഖ്യങ്ങൾക്കും അത്ഭുതങ്ങൾക്കും കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ചേർന്ന് പാടാം. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം. കർത്താവേ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള്, കർത്താവേ, ശുശ്രൂഷ ഓൺലൈനിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, കർത്താവേ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവര്, ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവര്, കർത്താവേ, രോഗദുരിതങ്ങളാൽ വലയുന്നവര്, കർത്താവേ, അധ്വാനിച്ച് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവര്, ഉടമ്പടി എടുത്തും ഉടമ്പടി പുതുക്കി പോകുന്ന മക്കള്, അവർ സമർപ്പിച്ച നിയോഗങ്ങള്, പുതുക്കി സമർപ്പിച്ച നിയോഗങ്ങള് കർത്താവേ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉടമ്പടി പുതുക്കി നിയോഗങ്ങൾ അർപ്പിക്കുന്നവരെ, സാക്ഷികൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ ഈശോയെ എല്ലാ നന്ദിയോടെ ഓർക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്പർശിക്കണമേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. അങ്ങയുടെ സ്നേഹം ചൊരിയണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് സാന്ത്വനവും സൗഖ്യവുമായി മാറട്ടെ. ഓരോ കുടുംബങ്ങളെ അമേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, നിയോഗങ്ങൾ, ഉടമ്പടിയെടുത്ത നിയോഗങ്ങളും ഉടമ്പടിയെടുക്കാതിരിക്കുന്നവരും അല്ലാത്തവരും അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നേരവും ആരാധന സ്തുതിയും ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം മാരാഗമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം മാരാഗമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ കാരുണ്യത്തിന്
ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, അതീവ ഭക്തിയോടുകൂടി അതീവ ശ്രദ്ധയോടുകൂടിയാണ് നിങ്ങൾ ഈ ആരാധനയിൽ ഇപ്പോഴും പിന്നീട് വീണ്ടും ഈ ആരാധന കൂടുമ്പോഴും നിങ്ങൾ അതേപോലെയുള്ള ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണ പോലെ ദൈവത്തിന് തോന്നരുത്. നമ്മളൊത്തിരി ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. വീഡിയോയിൽ തന്നെ മൊബൈലിൽ തന്നെ കുറേ അധികം വീഡിയോ നമ്മൾ കാണുന്നവർ, അങ്ങനൊരു കണ്ട് പോകുന്നൊരു വിഷയമായിട്ട് നിങ്ങൾ എടുക്കരുത്. കാര്യം കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നത് എവിടെയായാലും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകും. ഞാനിപ്പോഴേ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇരയെടുത്തിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു വലിയ കഴുകൻ്റെ, ശക്തനായ ഒരു കഴുകൻ്റെ രൂപം ദർശനത്തിൽ വന്നു. സുവിശേഷത്തിൻ്റെ ശക്തി, ഒരു പ്രതീകം കഴുകനാണ്. അതായത് കർത്താവിൻ്റെ വചനം എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഏത് ശക്തിയെയാണ് വചനം നോട്ടമിട്ടിരിക്കുന്നത്, ഇരയാക്കണത്, അതിനെ നശിപ്പിച്ചിരിക്കുമെന്ന് കർത്താവ് മുൻകൂറെ നമ്മൾക്ക് ഒരു ആലോചന തന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് വെരി ഗ്രേറ്റ്. അതായത് ഈശോ ഈ ആരാധനയുടെ ആദ്യ ഭാഗം പോലെ തന്നെ വളരെ ശ്രദ്ധയോടെ പരിശുദ്ധാത്മാവ് നിറവോടുകൂടി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. കാര്യം അമ്മയുടെ മധ്യസ്ഥമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ടാണ് കൃപാസനത്തിൽ നിന്ന് കൃപാസനത്തിൻ്റെ 2 കിരൂബുകളുടെ ഇടയിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ സ്വരം വന്നതുപോലെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുവെന്നുള്ള ഒരു വലിയ ചിന്ത. അച്ഛനെ ഉപകരണമാക്കി കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു, നിന്നോട് സംസാരിക്കുന്നു. നിൻ്റെ ജീവിത വിഷയങ്ങളിലെ കർത്താവിൻ്റെ തീരുമാനം അറിയിക്കുന്നു. നിൻ്റെ ജീവിത തീരുമാനങ്ങളിലെ ഈ ഒരു ശുശ്രൂഷയിൽ നിന്നോട് കർത്താവിന് എന്തോ വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില സാക്ഷ്യങ്ങൾ, അതായത് രസകരമായ കുറേ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ ഇവിടെ പറഞ്ഞായിരുന്നു. പലതും മരിയ റെജി വൈറ്റില ഈ ആഴ്ചയിൽ വന്നൊരു നല്ല സാക്ഷ്യമാണ്. മരിയ റെജിയുടെ ജീവിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വൈറ്റിലക്കാരാണ്. അവരെ 11 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. നമുക്കറിയാമല്ലോ, ഇതിന് മക്കളില്ലാത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ തന്നെ ഈ അമ്മമാർ മൊണോട്ടണസ് ആവും. പിന്നെ ഒരു കാര്യങ്ങൾക്കും അവർക്ക് പോകാനോ വരാനോ ഉള്ള മനസ്സുണ്ടാകത്തില്ല. മനസ്സ് ഇടിഞ്ഞു പോകും. ചതഞ്ഞ ഞാങ്കണ പോലെയാവും അവരുടെ മനസ്സ്. ചില ആൾക്കാർ അത് ഒടിച്ച് കളയും, ചിലർ ഒടിക്കരുത്. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ചില സമയത്ത് കാലദൈർഘ്യം കൊണ്ട് ഞാങ്കണകൾ, വിശ്വാസത്തിന് ഞാങ്കണകൾ ചതഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് ടെസ്റ്റിംഗ് പീരീഡാണ് ശരിക്കും. അപ്പോൾ ഈ അമ്മമാർക്കുണ്ടാകുന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ അമ്മമാർ തന്നെയല്ല, അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ തന്നെയല്ല, പല വിഷയങ്ങളിലും, അതായത് ഇപ്പം വിവാഹം താമസിക്കാം, ജോലി താമസിക്കാം. ഇങ്ങനെ താമസിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരു ഞാങ്കണയാണെങ്കിൽ അത് ചതഞ്ഞിരിക്കും. ചില ആൾക്കാർ പിന്നീട് വിവാഹം ഒത്തുവരാത്തതുകൊണ്ട് പള്ളിയിൽ പോകാത്ത ആൾക്കാരുണ്ട്. എന്താ കാര്യം? നാട്ടുകാർ ചോദിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അത് കുഞ്ഞുങ്ങളില്ലാത്തവരോടും ചോദിക്കും ആൾക്കാർ. അപ്പോഴേ അവരാണ് നമ്മുടെ ഞാങ്കണ ഒടിക്കാൻ നമ്മളെ സഹായിക്കണത്. കാര്യം ഇങ്ങനെ നാട്ടുകാരുടെ വായടക്കാൻ വേണ്ടി, അയ്യോ ഇനി വീട്ടിൽ ഒരു മനുഷ്യന് പുറത്തിറങ്ങിയ ഇതേ ചോദ്യമേ ഉള്ളൂ, ഞാൻ മടുത്ത് എന്ന് പറയും. പലപാടും ചത്താ മതിയായിരുന്ന, ഇതാണ് ചതഞ്ഞ ഞാങ്കണ ഒടിക്കണം എന്ന് പറയണത്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് ഈശോക്ക് അറിയാമായിരുന്നു പണ്ടേ. മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ജോലി കിട്ടാതെ വരുമ്പോൾ, കുറേ നാട് ജോലി കിട്ടാതെ വരുമ്പോൾ അവിടെ വിശ്വാസത്തിന് ഞാങ്കണ ചതഞ്ഞ് വരും. അപ്പോഴാണ് നമ്മളെക്കാൾ റാങ്ക് കുറഞ്ഞ ആൾക്കാർ ജോലി വാങ്ങിച്ചുകൊണ്ട്
അവരുടെ ശമ്പളം വീട്ടിലെത്തുമ്പോൾ അവർ നമ്മുടെ മുമ്പിൽ കൂടി പത്രാസായിട്ട് നടക്കുമ്പോൾ നമ്മുടെ അമ്മ പറയും, നീയും അവനും നോക്ക്, വെറുതെ നടന്നിട്ട് വല്ല കാര്യമുണ്ട്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇതാണ് അമ്മ വന്ന് നമ്മുടെ ഞാങ്കണ അങ്ങോട്ട് ഒടിച്ചു കളയും. വീട്ടിലുള്ള ആൾക്കാർക്ക് പിന്നെ അന്നേരം ഈ ഞാങ്കണ ഒടിക്കാൻ വേണ്ടി പിശാച് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. കാരണം നിന്നെ അധൈര്യപ്പെടുത്തണ ആര് സംസാരിച്ചാലും, നീ ശ്രദ്ധിക്കരുത്. ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം. ഞാൻ ഈ സമയത്ത് ഓർക്കിയിരുന്നു ഈ ബന്ധുക്കളുടെയൊക്കെ അവസ്ഥ. ചില ആൾക്കാരുടെ വീട്ടിൽ അവിടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ബന്ധുക്കളാണ്. ഇപ്പം അമ്മയ്ക്കും ആ ഒരു അബദ്ധം പറ്റിയതാണ്. അമ്മ ഈശോനെ കാണാതെ വന്നപ്പോൾ ബന്ധുക്കളുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ച്. ബൈബിൾ അങ്ങനെ ഉണ്ടൊരു വശം ഇല്ലേ? ബൈബിളിൽ ഈശോ അമ്മയെ കാണാതെ വന്നപ്പോൾ അമ്മ ബന്ധുക്കളുടെ ഇടയിൽ അന്വേഷിച്ചു. ലൂക്കായുടെ സുവിശേഷത്തിൽ അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ഇതാണ് ബന്ധുക്കളുടെ ഇടയിൽ തിരക്കും. അതായത് ഇപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉത്കണ്ഠ ഇപ്പം അമ്മയ്ക്ക് ഉത്കണ്ഠ വന്നപ്പോഴല്ല, എൻ്റെ മകനെ ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിച്ചെന്ന് വന്നില്ലേ? ആ ഉത്കണ്ഠയോടുകൂടി ആദ്യം അന്വേഷിച്ചത് ബന്ധുക്കളുടെ ഇടയിൽ കാണാതെ വന്നതിന് ശേഷമാണ്. എന്ത് ഞാനിങ്ങനെ പറയണ കാര്യം വെച്ചാൽ, ചിലപ്പോൾ ഈ നമ്മൾ ഞാൻ ഈ കുറേ ദിവസങ്ങളായിട്ട് ചതഞ്ഞ ഞാങ്കണയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കർത്താവ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാനത് പറയണത്. കാരണം ആകസ്മികമായിട്ട് ഞാൻ ചിന്തിച്ചെടുത്തതൊന്നുമല്ല. അതായത് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പല വിഷയങ്ങൾ ഈ കോവിഡെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനാ ജീവിതമൊക്കെ നാട്ടുകാരെ ഒന്ന് ചതച്ച്, കോവിഡും ഒമിക്രോണും വന്ന് നമ്മുടെ വിശ്വാസം അതിന് ഞാങ്കണ ചതച്ചിട്ടുണ്ട് അല്ലേ? കോവിഡും ഒമിക്രോണും കൂടി വന്നിട്ട് നമ്മുടെ വിശ്വാസമാകുന്ന ഞാങ്കണ ചതച്ചിട്ടുണ്ട്. ഈ ചതഞ്ഞ ഞാങ്കണയാണ് വീട്ടുകാരും നാട്ടുകാരും കൂടി ഒടിച്ചിരിക്കുന്നത്. അതിനെ അഥവാ നിന്നെക്കൊണ്ട് നിൻ്റെ വിശ്വാസം ഒടിപ്പിച്ചു. എന്ത് പ്രയോജനം? ഇത്രയും കാത്തിരുന്നിട്ട് എന്ത് പ്രയോജനം? ഞാൻ എന്താ ഈ ബന്ധുക്കൾ ഓടിയാൻ പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ, ഈ ബന്ധുക്കൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുന്നുണ്ട്. കർത്താവിൻ്റെ ബന്ധുക്കൾ അവരെന്താ ചെയ്യണത്? കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ കാണുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നത് ഈ മാതാവ് അന്വേഷിച്ച ബന്ധുക്കളാണ്. ഇതാണ് പ്രശ്നം. ഒരു പോസിറ്റീവായിട്ട് ഒരു പരിപാടിക്കില്ല അവർ. നിൻ്റെ ആൻറ്റിമാർ, പല ആൾക്കാർ ഡൈവേഴ്സ് നടത്തിയിരിക്കുന്ന ആരാണ്? ആൻറ്റിമാരാണ്. ഉറപ്പില്ലേ? അതായത് പല ആൾക്കാർക്കും ലൈൻ ഒപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആരാണ്? ആൻറ്റിമാരാണ്. നമ്മൾ ഓരോരുത്തരുടെ പ്രണയക്കുരുക്കിൽ ചെന്ന് അടിച്ചിരിക്കുന്ന അമ്മയുടെ അനിയത്തിയുടെ മക്കൾ, കസിൻസ്, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരാണ്. ഈ ആൾക്കാർക്ക് വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ ആർക്കും വേണ്ടി റെഫറൻസ് പേഴ്സണെ വെക്കരുത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസ ജീവിതത്തിലെ പലപ്പോഴും എൻ്റെ ദുഃഖാനുഭവങ്ങൾ കാരണം വിശ്വാസം ചതഞ്ഞ് ഞാങ്കണ പോലെ വരുമ്പോഴേ ഐശയ്യാ 42:3 അനുസരിച്ചുകൊണ്ട് അത് ഒടിക്കാതിരിക്കുവാൻ കർത്താവേ എനിക്ക് പ്രത്യേക പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയും നൽകണം. പ്രിയമുള്ളവരെ, നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓൺലൈനിലുള്ളവരെല്ലാവരും നിൽക്കുക. കർത്താവിൻ്റെ തിരുസന്നിധിയിലെ ഈശോ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പാഠങ്ങളെ നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തിൻ്റെ കാലാവസ്ഥ മാറ്റങ്ങൾ വരുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ മനസ്സിനൊപ്പം നിൽക്കാനും സഞ്ചരിക്കാനും അമ്മ നൽകിയ മരിയൻ പാഠങ്ങൾ ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ നിന്ന് കർത്താവ് നമ്മൾക്ക് പകർന്നു നൽകി. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇപ്പോഴ് ഉടമ്പടി എടുത്ത എല്ലാ മക്കളും ഈ ധ്യാനം ലൈവായി എവിടെയെല്ലാം കൂടുന്നോ അവരെല്ലാം അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അതിന്മേലെല്ലാം ദൈവം നടപടി സ്വീകരിക്കാൻ പോകുന്ന സമയമാണിത്.
എൻ്റെ ദൈവ പൈതലെ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ദൈവം ജ്വലിച്ച് നിൽക്കുന്ന സമയം, അമ്മ മധ്യസ്ഥം വഹിക്കുന്ന സമയം നിങ്ങൾ ചെയ്യേണ്ടത്, എവിടെയാണ് രോഗം, എവിടെയാണ് വേദന, എവിടെയാണ് ജീവിതത്തിന് വ്യത്യസ്തങ്ങളായ ശരീരത്തിൻ്റെ പരാധീനതകൾ, കുടലിലേക്ക് സിസ്റ്റുള്ളവരെ, ആമാശയത്തിലേക്ക് സിസ്റ്റുള്ളവരെ, കുടലിൽ കുരുക്കളുള്ളവരെല്ലാം അടിവയറ്റി കൈവെക്കട്ടെ. ഫിസ്റ്റുല രോഗികൾ അടിവയറ്റി കൈവെക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ മോഹനത്തികരം ഇവിടെ കർത്താവ് പതിയുന്ന അടിപ്പിട പോലെ ദൈവത്തിൻ്റെ ദൈവിക ശക്തി അതിലേക്ക് ആവശ്യിക്കുന്ന സമയമാണ്. നെറ്റിയിലെ മാറാത്ത തലവേദന ഉള്ളവരെ നെറ്റിയിലെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കട്ടെ. മാറാത്ത തലവേദനയുള്ളവർ യേശുനാമത്തിൽ കൈകൾ വെക്കട്ടെ. പ്രഷർ രോഗികളെ ശിരസിൽ കൈവെക്കട്ടെ. ഷുഗർ രോഗികളെ ശിരസിൽ കൈവെക്കട്ടെ. അസ്ഥിവേദന ഉള്ളവർ അസ്ഥിക്കുഴകളിൽ കൈവെക്കട്ടെ. വാദരോഗികൾ വാദത്തിൽ രോഗത്തിലെ സന്ധിബന്ധങ്ങളിലൊക്കെ അവർ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് അങ്ങനെ തിരുസന്നിധി ബ്ലഡ് ഷുഗർ ഉള്ളവരെ അത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഉള്ളക്കാലം മുതലേ കർത്താവ് ഉച്ചവരെ കർത്താവ് ഓരോരോ രോഗങ്ങളെ കർത്താവ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഭ്രാന്ത് വന്നിട്ടുള്ളവരെ, അപസ്മാര രോഗികൾ കർത്താവ് അങ്ങനെ തിരിച്ചെന്നെ അവിടെ തിരുരക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മാനസിക രോഗികൾ, ഡിപ്രഷൻ രോഗമുള്ളവർ കർത്താവ് തിരുരക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശിരസ്സും കഴുത്തും കർത്താവ് ഒടിഞ്ഞു നിൽക്കുന്നവരെ, തളർന്നു നിൽക്കുന്നവർ കർത്താവ് കടുത്ത കഞ്ചാവിന് അടിമപ്പെട്ടിരിക്കുന്നവർ, ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ടിരിക്കുന്നവർ കർത്താവ്, ജയിലിൽ കിടക്കുന്നവർ കർത്താവ് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കർത്താവ്, കല്യാണം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, കുടുംബത്തിൽ കർത്താവ് സ്ഥിരം കുടുംബത്തെ ദ്രോഹിക്കുന്ന മക്കൾ കർത്താവ് മാതാപിതാക്കന്മാരെ നോക്കാത്തവർ, തിരക്കാത്തവർ കർത്താവ്, പലതരത്തിൽ കർത്താവ് വിഷമം അനുഭവിക്കുന്ന കർത്താവ് വ്യത്യസ്തമായ വിഷയങ്ങളിൽ വേദന അനുഭവിക്കുന്നവരെ ദൈവമേ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തെ കുറിച്ചിട്ട് അടയാളത്തിൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഇപ്പോഴേ അലക്സാണ്ടർ അച്ഛൻ ശുശ്രൂഷയിൽ ആശീർവാദം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഇതാ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ കർത്താവായ ഈശോ ഇതാ നിങ്ങൾ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള്, ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവര്, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എടുത്ത് പ്രാർത്ഥിക്കുന്നവര്, ഈ ശുശ്രൂഷ ടെലിവിഷൻ ചാനലിലൂടെയും കൃപാസനം യൂട്യൂബ് ചാനലിലൂടെയും കണ്ട് പ്രാർത്ഥിക്കുന്നവര്, നിയോഗാർത്ഥം ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നവര് കർത്താവ് ആശീർവദിക്കുകയാണ്. ഉടമ്പടി 1, 2, 3, 4 തവണകൾ പുതുക്കി നിയോഗങ്ങൾ സമർപ്പിച്ചവരെ ഈശോ ആശീർവദിക്കുകയാണ്. അത് കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. കൃപാസനത്തെ പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി തിരുസഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന് ധ്യാനഗുരു ഡോക്ടർ ഫാദർ VP ജോസഫ് വലിയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസന ശുശ്രൂഷകളെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകായിരങ്ങൾ ബഹുമാനോട് ജോസഫിന്റെ കയ്യൊപ്പ് ശുശ്രൂഷ രോഗികളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ആയിരി